ഞങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്നത് ഒരു 5 ലക്ഷം വോട്ടിൻ്റെ ഭൂരിപക്ഷം പ്രിയങ്ക ഗാന്ധിക്ക് ലഭിക്കും എന്ന് തന്നെയാണ്. രാഹുൽ ഗാന്ധി പോയെങ്കിലും പ്രിയങ്ക ഗാന്ധിയാണ് വയനാട് മത്സരിക്കാൻ എത്തുന്നത്. അതിൻ്റെ ആവേശം കോൺഗ്രസ് പ്രവർത്തകർക്കും UDF പ്രവർത്തകർക്കും ഉണ്ട്. എന്നോടൊപ്പം KPCC ജനറൽ സെക്രട്ടറി ആര്യാടൻ ഷൗക്കത്തുണ്ട്. ഇപ്പോൾ പ്രിയങ്ക ഗാന്ധിയാണ് വരുന്നത്. രാഹുൽ ഗാന്ധി പോകുന്ന സങ്കടം ഒഴിവാക്കുകയാണോ? അല്ല, തീർച്ചയായും ഇന്ന് നമ്മൾ കാണുന്നത് ഈ ഇന്ത്യയിലെ ഫാസിസത്തിനെതിരെ വർത്തമാനകാലത്ത് ഏറ്റവും അധികം പോരാടുകയും അതിന് മുഴുവൻ ജീവിതം അർപ്പിക്കുകയും സമയം കണ്ടെത്തുകയും ചെയ്യുന്ന നെഹ്റു കുടുംബത്തിലെ 2 വ്യക്തിത്വങ്ങളാണ് രാഹുൽ ഗാന്ധിയും പ്രിയങ്കയും. ഇന്ന് വയനാട് എന്നും ഇന്ത്യ രാജ്യത്ത് ഈ ഫാസിസത്തിനെതിരെയുള്ള പോരാട്ടത്തിന് ശക്തി പകരുന്ന, ഊർജം പകരുന്ന ഒരു വലിയ മണ്ണായി ഈ വയനാട് മാറുന്നു എന്ന് പറഞ്ഞതിൽ ഞങ്ങൾക്ക് അഭിമാനമുള്ളത്. രാഹുൽ ഗാന്ധിയുടെ ഇന്നത്തെ സാന്നിധ്യം നമുക്ക് ഉത്തർപ്രദേശിൽ വലിയ അത്യാവശ്യമാണ്. മാത്രമല്ല, ഇന്ത്യയുടെ ഹൃദയഭൂമിയായ ഉത്തർപ്രദേശിൽ നിന്നുകൊണ്ട് തന്നെ ഫാസിസത്തിനെതിരെ ഇതുവരെ പറഞ്ഞിരുന്നത് രാഹുൽ എന്തിന് BJPയെ നേരിട്ട് എതിർക്കാൻ വടക്കേന്ത്യയിൽ ഇല്ലല്ലോ എന്നതാണ്. വടക്കേന്ത്യയിൽ തന്നെ രാഹുൽ നിൽക്കട്ടെ എന്ന് പാർട്ടി തീരുമാനിച്ചത് വളരെ നല്ല കാര്യമായിട്ടാണ് കാണുന്നത്. പ്രിയങ്ക ഗാന്ധിയുടെ കന്നി പോരാട്ടത്തിനായി പ്രിയങ്ക ഗാന്ധി വയനാടിൻ്റെ മണ്ണിലേക്ക് കടന്നു വരുന്നത് വളരെ ആവേശത്തോടും വളരെ സന്തോഷത്തോടും കൂടിയാണ് ഞങ്ങളെല്ലാം സ്വീകരിക്കുന്നത്, ഞങ്ങൾ കാത്തിരിക്കുന്നത്. ഇവിടെ ജാതി, മത, സാമുദായിക, രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും പിന്തുണക്കുന്ന ഒരു സ്ഥാനാർത്ഥിയായി പ്രിയങ്ക മാറും. ഒരു സംശയവും അക്കാര്യത്തിലില്ല. ഞങ്ങൾ ചില ആളുകളൊക്കെ സംസാരിക്കുമ്പോൾ അവർ പ്രായമുള്ള ആളുകളൊക്കെ ഇന്ദിരാഗാന്ധിയുടെ എന്തൊക്കെയോ സാമ്യതകൾ അവരിൽ കാണുന്നു എന്ന് പറയുന്നു. അങ്ങനെ ഒരു ട്രെൻഡ് വന്നു കഴിഞ്ഞാൽ ഈ രാഹുൽ ഗാന്ധിയേക്കാൾ ഭൂരിപക്ഷം കൂടുമോ? അല്ല, അത് നമുക്കറിയാലോ. ഈ വർഷങ്ങൾക്ക് മുൻപ് തന്നെ പ്രിയങ്ക ഗാന്ധി AICCയുടെ ജനറൽ സെക്രട്ടറിയായി വന്ന് ഉത്തർപ്രദേശിൽ 4ാം സ്ഥാനത്തും 5ാം സ്ഥാനത്തും നിൽക്കുന്ന കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടി ആ ഉത്തർപ്രദേശിൽ അതിൻ്റെ ചാർജ് എടുത്ത് പ്രവർത്തിച്ച ആളാണ് പ്രിയങ്ക. മാത്രമല്ല 56 ഇഞ്ച് നെഞ്ചളവ് കൊണ്ട് ഇന്ത്യ രാജ്യത്തെ അടക്കി ഭരിക്കാൻ കഴിയുമെന്ന് നരേന്ദ്രമോദി വിചാരിക്കേണ്ട എന്ന് തുറന്നു പറഞ്ഞുകൊണ്ടാണ് ഉത്തർപ്രദേശിൽ പ്രിയങ്ക അതിന് നേതൃത്വം കൊടുത്തത്. അതുകൊണ്ട് തന്നെ പ്രിയങ്ക ഗാന്ധിയെ ഇന്ന് ഫാസിസത്തിനെതിരെയുള്ള പോരാട്ടത്തിൽ ഒരു വലിയ മുന്നണി പോരാളിയായിട്ടാണ് കാണുന്നത്. മാത്രമല്ല, സ്ത്രീകളുടെ ഒരു വലിയ ആരാധന, ഇന്ദിരാഗാന്ധിയോടുള്ള ആരാധന, ആ ഇന്ദിരാഗാന്ധിയുടെ വ്യക്തിപ്രഭാവം ഇന്ന് പ്രിയങ്ക ഗാന്ധിയിൽ ആളുകൾ കാണുകയാണ്. അത് ലുക്ക് കൊണ്ടോ അല്ലെങ്കിൽ രൂപം കൊണ്ടോ മാത്രമല്ല, ആ ഒരു നിശ്ചയദാർഢ്യം, ആ ഒരു ധൈര്യം, അത് പ്രിയങ്ക ഗാന്ധിയിൽ ഇന്ന് പ്രതിഫലിക്കുന്നു എന്ന് ആളുകൾ വിശ്വസിക്കുന്നു. മാത്രമല്ല, ഒരു വലിയ പിന്തുണ പ്രിയങ്ക ഗാന്ധിക്ക് ലഭിക്കും. ഞങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്നത് ഒരു 5 ലക്ഷം വോട്ടിൻ്റെ ഭൂരിപക്ഷം പ്രിയങ്ക ഗാന്ധിക്ക് ലഭിക്കും എന്ന് തന്നെയാണ്. ആളുകളുടെ പ്രതികരണവും ആ രൂപത്തിലാണ് കാണുന്നത്. ഈ രാഹുൽ ഗാന്ധിക്ക് പകരം പ്രിയങ്ക അല്ലെങ്കിൽ ആര് എന്ന ഒരു ചോദ്യത്തിന് മുമ്പിൽ താങ്കളുടെ ഉൾപ്പെടെ പേര് വന്നിരുന്നു. ഒരു ന്യൂനപക്ഷ സ്ഥാനാർത്ഥി വേണം എന്നുള്ള ചർച്ചയൊക്കെ വന്നിരുന്നു. ഇനിയിപ്പോൾ അതിന് പ്രസക്തി ഇല്ലെങ്കിലും അപ്പോൾ ആ താങ്കളുടെ പേര് ഉൾപ്പെടെ വന്ന ഒരു പശ്ചാത്തലം ഉണ്ടായിരുന്നല്ലോ. അല്ല, അങ്ങനെയല്ല. നമ്മുടെ ഒന്നും എല്ലാവരുടെയും ആഗ്രഹം, അത് ഇവിടുത്തെ പാർട്ടി പ്രവർത്തകരുടെയും ഇവിടുത്തെ പബ്ലിക്കിൻ്റെയും ഒക്കെ ആഗ്രഹം എന്ന് പറയുന്നത് രാഹുൽ ഇല്ലെങ്കിൽ പ്രിയങ്ക വരണം എന്നുള്ളതാണ്. മാത്രമല്ല, രാഹുൽ ഗാന്ധി ഉത്തർപ്രദേശിൽ നിൽക്കണം എന്നുള്ളത് ഇന്നത്തെ സാഹചര്യത്തിൽ പാർട്ടി അങ്ങനെ തീരുമാനിച്ചാൽ അതിനെ പൂർണ്ണമായും പിന്തുണക്കുക എന്ന് മാത്രമല്ല, പിന്നെ നമുക്ക് മറ്റൊരു പോരാളി ഇവിടെ വേണം. ആ പോരാളി വേറൊന്നും ആലോചിക്കാനില്ല, അത് പ്രിയങ്ക ഗാന്ധിയാണ് എന്നാണ്. പിന്നെ നമ്മുടെ പേരൊക്കെ പരിഗണിച്ചിട്ടുണ്ടെങ്കിൽ ആ പരിഗണനയ്ക്ക് വലിയ നന്ദിയുണ്ട്. കാരണം മാത്രമല്ല, രാഹുൽ ഗാന്ധി മത്സരിച്ചൊരു സീറ്റിൽ അടുത്തൊരു പേര് പരിഗണിക്കാനുള്ളൊരവസരം ലഭിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ നമ്മളെയൊക്കെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു വലിയ അംഗീകാരമായിട്ടാണ് കാണുന്നത്. പക്ഷേ ഇവിടെ ഇന്നത്തെ ആവശ്യം ഇതൊന്നുമല്ല. ഇവിടുത്തെ ഒരു പ്രാദേശിക ആൾ വരിക എന്നതല്ല ഇവിടുത്തെ പ്രശ്നം, അല്ലെങ്കിൽ സാമുദായിക പരിഗണന എന്നതല്ല. ഇന്ത്യയിൽ ഞാൻ ചോദിക്കട്ടെ, വയനാട് പാർലമെൻറ്റിൽ ഒരു ന്യൂനപക്ഷ സ്ഥാനാർത്ഥി മത്സരിക്കണമെങ്കിൽ ആദ്യം ഇന്ത്യ ഉണ്ടായിട്ട് വേണ്ടേ? ഇന്ത്യ രാജ്യം നിലനിന്നാൽ മാത്രമല്ലേ ഒരു ന്യൂനപക്ഷ സ്ഥാനാർത്ഥി ഉണ്ടാവുള്ളൂ, തെരഞ്ഞെടുപ്പ് ഉണ്ടാവുള്ളൂ. ഇന്ത്യയിൽ ഇന്ത്യ രാജ്യം നിലനിൽക്കണം, ജനാധിപത്യം നിലനിൽക്കണം. ജനാധിപത്യം നിലനിന്നാലേ ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പുള്ളൂ. ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പുണ്ടായാലേ വയനാട് ഒരു ന്യൂനപക്ഷ സ്ഥാനാർത്ഥിക്ക് മത്സരിക്കാൻ കഴിയൂ. ഇന്ത്യ നിലനിൽക്കാൻ, ഒരു തെരഞ്ഞെടുപ്പുണ്ടാവാൻ, ജനാധിപത്യം നിലനിൽക്കാനാണ് പ്രിയങ്ക പോരാടുന്നത്. അതാണ് ആത്യന്തികമായ പ്രശ്നം. അത് കഴിഞ്ഞിട്ടേ ബാക്കിയുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ
പ്രിയങ്ക ഗാന്ധിയാണ് ഇന്ന് പിന്നെ ഇവിടെ മത്സരിക്കാൻ കഴിയുന്ന ഏറ്റവും നല്ല സ്ഥാനാർത്ഥി. മാത്രമല്ല വളരെ ആവേശത്തോടു കൂടിയാണ് പിന്നെ എല്ലാവരും അതിനെ സ്വീകരിക്കുന്നത്. പാർലമെന്ററി രാഷ്ട്രീയ രംഗത്തേക്ക് പ്രിയങ്ക ഗാന്ധി വയനാട്ടിൽ നിന്ന് ആദ്യമായി എത്തുന്നു എന്നുള്ളത് എന്തായാലും കോൺഗ്രസ് പ്രവർത്തകരെ സംബന്ധിച്ച് വലിയ ആവേശം നൽകുന്ന കാര്യം തന്നെയാണ്. ഈ തെക്കേ ഇന്ത്യയിലും വടക്കേ ഇന്ത്യയിലും ഒരുപോലെ ഈ നെഹ്റു കുടുംബത്തിൽ നിന്നുള്ള ആളുകൾ ഉണ്ടാകുന്നു എന്നുകൂടി കൂടുതൽ വരുന്ന ഭാവിയിൽ ഗുണം ചെയ്യുമെന്ന് തന്നെയാണ് കോൺഗ്രസ് പ്രതീക്ഷിക്കുന്നത്. ക്യാമറ പേഴ്സൺ ജിഷ്ണു മീനങ്ങാടിക്കൊപ്പം സാജിദ് അജ്മൽ, മീഡിയ 1 മലപ്പുറം.